എന്റെ വീഡിയോയിൽ കമന്റ് ചെയ്യ ആൾക്ക് ഇന്ത്യയിലെ സെക്കുലറിസം ഒരു ക്രിഞ്ച് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഐ എം വെരി പ്രൗഡ് ടു സേ ദിസ്. അറ്റ്ലീസ്റ്റ് അമംഗ് us മലയാളീസ് നമ്മുടെ നേഷന്റെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് കണ്ട സെക്കുലർ സ്വപ്നങ്ങൾ നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയ എക്സാമ്പിൾ, നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് സ്പെക്ടക്കിൾ തൃശ്ശൂർ പൂരം. എല്ലാ വർഷത്തെയും പോലെ 8 മുതൽ 10 ലക്ഷം പേരെയാണ് ഈ കൊല്ലവും പൂരത്തിന് പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂർ പൂരം ഹിന്ദു ട്രഡീഷൻസിൽ ഊന്നിയൊരു ഫെസ്റ്റിവൽ ആണെങ്കിലും പൂരത്തിന് എത്തിച്ചേരുന്ന 20% ആളുകൾ, അതായത് 2 ലക്ഷം പേർ മറ്റ് ഫെയ്ത്തുകളിൽ നിന്നുള്ളവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം വേറൊന്നുമല്ല, ഈ പൂരം എൻവിഷൻ ചെയ്ത ശക്തൻ തമ്പുരാൻ പോലും ഇതൊരു അമ്പലത്തിന്റെ മാത്രം ആഘോഷമായിട്ടല്ല കണ്ടത്. ഒരു നാടിന്റെ, ഒരു ജനതയുടെ ആഘോഷമായിട്ടാണ് ഈ പൂരത്തിന് രൂപം കൊടുത്തത്. വളരെ കാര്യമായ ഒരു നോൺ ഹിന്ദു പോപ്പുലേഷൻ ഉള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ. ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം പോപ്പുലേഷൻ ഏതാണ്ട് 40% മുകളിൽ വരും. ഈ 40% പെടുന്ന ആളുകൾ പൂരം നടക്കുമ്പോൾ ഞങ്ങൾ ഇതിന്റെ ഒന്നും ഭാഗമല്ല, ഇതൊന്നും ഞങ്ങളുടെ ആഘോഷമല്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയാണോ? അല്ല. ഈ റിലീജിയൻ വേഴ്സസ് മോഡേൺ സൊസൈറ്റി ഡിബേറ്റിൽ പൂരത്തിന്റെ വെറൈറ്റികൾ ഇനിയുണ്ട്. സ്പിരിച്വാലിറ്റിക്ക് ടെക്നോളജി ഒരു കോട്ടം തട്ടലാണ് എന്ന് പറയുന്ന ഒരു സമൂഹം ഈ ലോകമെമ്പാടും നിലനിൽക്കെ തൃശ്ശൂർ പൂരത്തിന്റെ നടത്തിപ്പിന് ടെക്നോളജി വന്നിട്ട് കാലം കുറയായി. ഇതിന് ഉദാഹരണങ്ങളാണ് 2016 പരീക്ഷിച്ച ഡിജിറ്റൽ ഫയർ വർക്കുകൾ, ഈ വർഷം സുരക്ഷയ്ക്കായി സ്ഥാപിച്ച AI ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകൾ. എന്തിനധികം പറയുന്നു, നിങ്ങൾ ഒരു ഡിവോട്ടിയാണ്, ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ വഴിപാടുകൾ മുതൽ പ്രസാദ വിതരണത്തിന് വരെ നിങ്ങളെ സഹായിക്കുന്നത് ക്ഷേത്രസുവിധം എന്ന സോഫ്റ്റ്വെയർ ആണ്. കാലം മാറുന്നതിനനുസരിച്ച് കൂടെ മാറുന്നതാണ് പരിണാമത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം. ദിനം പ്രതി കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് മതവും ശാസ്ത്രവും മനുഷ്യനും എല്ലാം ഒത്തുചേർന്ന് പോകുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളതിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം.